മോർണിംഗ്. സാർ ഇയാളെ ടെസ്റ്റ് പങ്കെടുപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ കുറുവ, എന്താ പ്രശ്നം? റോഡ് സേഫ്റ്റി അവയർനെസ് ക്ലാസ്സിൽ പങ്കെടുത്തതിന്റെ പേപ്പറില്ല. അത് പിന്നെ ഏത് പിന്നെ എന്താ വേണ്ടേ? സാർ എന്ത് പേപ്പറിന്റെ കാര്യമായി പറയുന്നത്? മിസ്റ്റർ, ലേണേഴ്സ് കഴിഞ്ഞാൽ രണ്ടാം ഘട്ടം റോഡ് സേഫ്റ്റി അവയർനെസ് ക്ലാസ് ആണ്. ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന 1 മണിക്കൂർ ക്ലാസ്. അതിൽ പങ്കെടുത്ത പേപ്പർ ഉണ്ടെങ്കിലേ ഗ്രൗണ്ട് ടെസ്റ്റിൽ പങ്കെടുപ്പിക്കാൻ പറ്റൂ. ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കഴിഞ്ഞ ക്ലാസ് സാറിനെ കണ്ടില്ല. മനഃപൂർവ്വമാണ് സാർ. മനഃപൂർവ്വം അല്ല മിസ്റ്റർ, ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. അല്ലെങ്കിൽ റഫറി പറയട്ടെ. സാർ ശരിയോ തെറ്റോ? അത് പിന്നെ സർക്കാർ നോട്ടിഫിക്കേഷൻ പ്രകാരം. അല്ലെങ്കിൽ നമുക്ക് ഒരു തവണത്തേക്ക് കണ്ണടച്ചേക്കാം അല്ലേ സാറേ? ലൈസൻസ് ഇല്ലാതെയാണെങ്കിലും ഇയാള് കുറെ വണ്ടി ഓടിച്ച ആളല്ലേ? ഓക്കെ, അഡ്മിറ്റഡ്. ഏതാ വണ്ടി? സാറേ, എല്ലാ ആപ്ലിക്കൻസിനും കസേരയുണ്ടോ? ആക്സിലേറ്റർ കൊടുത്ത സാർ, ഈ വണ്ടി പറ്റില്ല. ഹലോ, ഈ വണ്ടിക്ക് എന്താ കുഴപ്പം? ഫോഗ് ലാമ്പ് പാടില്ല. ഫോഗ് ലാമ്പ് പാടില്ല എന്ന്. തീർന്നില്ല. ഈ വണ്ടിക്ക് ശബ്ദം കൂടുതലാണ്. 80 ഡെസിബിളിൽ കൂടുതൽ. ശബ്ദം കൊണ്ട് തൂക്കി നോക്കിയാ? എന്നാൽ താനൊരു കാര്യം ചെയ്യും, വണ്ടിയുടെ ശബ്ദം തൂക്കുന്നിടത്ത് കൊണ്ടുപോയി തൂക്കിയിട്ട് പേപ്പർ കൊണ്ടുപോവാ. 80 ഡെസിബിളിൽ കുറവാണ്. എന്നിട്ട് എടുക്കാം. താൻ എന്ത് ശുദ്ധാസമന്തായി പറയുന്ന? വലിയ ശല്യാലോ. ഡോ, വേറെ വണ്ടി ഉണ്ടോ? ഉണ്ട്. 10 മിനിറ്റ് തരാം. വേണ്ട, അത് തന്റെ വണ്ടിയാണല്ലോ. അതെ സാറേ. ആ വണ്ടി കൊണ്ടെടുത്തേ. സ്കൂളിന്റെ വണ്ടിയൊക്കെ നല്ല, പക്ഷെ 30 ദിവസം അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തെന്നുള്ള പേപ്പർ വേണം. തന്റെ ഈ വണ്ടി ഞാൻ എടുക്കുന്നു. താൻ പറയുന്നവല്ല. എന്താ വണ്ടി റെഡി? ഇനി ശരി, കൊണ്ടുവാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എന്താ കുറച്ച് കൊടുക്കണോ? വെറുതെ കലിപ്പാണ് സാർ. അയാൾ അയച്ചെടുക്കാൻ പോവാ. ഞാനൊക്കെ കണ്ടോണ്ടിരിക്കവിടെ. സർ, റീസൺ 1, വണ്ടി മൂവ് ചെയ്തപ്പോൾ വീലുകൾ യൂണിഫോം മോഷനിലല്ലായിരുന്നു. റീസൺ 2, റിവേഴ്സ് ഗിയർ ഇട്ടപ്പോൾ നോട്ട ഒരു നിമിഷം ഗിയർ ലിവറിലേക്ക് പോയി. റീസൺ 3, എച്ച് എടുത്ത് നിർത്തിയ ശേഷം വീലുകൾ സ്ട്രൈറ്റ് പൊസിഷനിലല്ല. സി, എല്ലായ്പ്പോഴും ഇതൊക്കെ നോക്കാറുണ്ടല്ലോ അല്ലേ? കാർ ഓടിക്കാനല്ലേ, പ്ലെയിൻ ഓടിക്കാനല്ലോ. പിറ്റ് ഫോർ ദ റോഡ് ടെസ്റ്റ്. സാമുവലിന്റെ കൊടുക്ക്. സാമർ ഓൺ ലൈൻ സർ. റോഡ് ടെസ്റ്റിൽ താനും കൂടെ ഉണ്ടാവും. റോജർ സർ. വണ്ടി എടുത്ത് മാറ്റ്. നെക്സ്റ്റ്. കുറുവച്ച, ഇദ്ദേഹത്തിന്റെ റോഡ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് മതി ഇനിയുള്ള ഗ്രൗണ്ട് ടെസ്റ്റ്. സർ, ഇവരും രാവിലെ തൊട്ട് കുത്തിക്കെട്ടി നിൽക്കുന്ന ആൾക്കാരാ. ഇവർക്കില്ലാത്ത എന്ത് പ്രിവിലേജാണ് സർ ഇയാൾക്കുള്ളത്? സൂപ്പർ സ്റ്റാറൊക്കെ അങ്ങ് സ്ക്രീനിൽ.
വേണ്ട, എനിക്കായിട്ട് വേറെ ഒരു പ്രിവിലേജും വേണ്ട. ഞാൻ വെയിറ്റ് ചെയ്തോളാം. പിന്നെ കൊണ്ടുപാടോ, ഇനി നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് ഞാൻ നിൽക്കണം. റോഡ് ടെസ്റ്റിലെ അവന്റെ കുത്തിക്കടുപ്പ് കാണുമെന്ന് ഞാൻ വിചാരിച്ചു. എച്ചെടുക്കുമ്പോ ഇങ്ങനെയാണെങ്കിൽ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ അവൻ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ വിടരുത്. ഇല്ലടി, തീർന്നിട്ടില്ല. വെറുതെ ഉണക്കാട്ടിക്ക തേങ്ങയല്ല എന്നെ. സാറേ, സാധാരണ 10-30 പേരായിട്ട് ഗവൺമെന്റ് ടെസ്റ്റ് വിളിക്കാം. ഇന്ന് 10-58 പേരോളം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഉറപ്പല്ലേ വൈകിട്ട് 5 മണിവരെ വെയിൽ ഹരിസാറിനെ കുളിച്ചിട്ട് പറഞ്ഞു വരാനുള്ള പ്ലാനാ? സാറേ, നിങ്ങളെ ആദ്യം എടുത്ത് കൊന്നാലും വേണ്ടില്ല. ഓൺ കെട്ടി രണ്ടര കൊടുത്തിട്ടേ കിട്ടുള്ളൂ. അല്ല, അല്ലെങ്കിലും അവനൊരു 4 കുറവുണ്ട്. വേണ്ട, അത് കുഴപ്പമായി, മാറ്റി. അതൊന്നും വേണ്ട. ഇനി കുറച്ച് കഴിയട്ടെ. ബ്രേക്ക്. കഴിക്കാം. വേണ്ട. എന്നാ ഫുഡ് ഇങ്ങോട്ട് എടുപ്പിക്കട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹരിയാണ ഭക്ഷണം കഴിച്ചില്ല. അവന് കഴിക്കണ്ട, അവന് വിടേക്കണ്ട. മോനെ, കഴിക്കലും കഴിക്കാതിരിക്കലൊക്കെ ഓരോരുത്തരും ഇഷ്ടമല്ലേ? കൊടുക്ക്. കുരുവിളെ നാട്ടുകാർ മുഴുവൻ ഇളകി കിടക്കാണ്. ഞാൻ ഇളകി പാസ്സാക്കി വിട്, ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഞങ്ങളിൽ തരും. റോഡ് ടെസ്റ്റ് ഇനി മറ്റന്നാ വന്നാൽ മതി. ഇന്ന് സമയം ഉണ്ടാവില്ല. അപ്പൊ ഈ പറഞ്ഞൊന്നും തന്റെ തലയിലേക്കല്ലേ കയറിയത്? ഒരു മിനിറ്റ്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നില്ല. ഇനി ഒരിക്കലും വണ്ടി ഓടിക്കുന്നില്ല. കുഞ്ഞാലി, വണ്ടി എടുത്തു. ഓടിക്കണം. എന്റെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ വിഷയം ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. ഇനി മുതൽ നിങ്ങൾക്കതൊരു വാർത്തയല്ല. ലൈസൻസ് ഇല്ലാതെയൊന്നുമല്ല ഇത്രയും കാലം ഞാൻ വണ്ടി ഓടിച്ചിരുന്നത്. അഭിനയം കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും ഡ്രൈവിംഗ് തന്നെയാണ്. റിന്യൂ ചെയ്യാൻ കൊടുത്ത ലൈസൻസ് നഷ്ടപ്പെട്ടപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിന് അപ്ലൈ ചെയ്തു. RTO ഓഫീസിൽ പഴയ റെക്കോർഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നെയുള്ള മാർഗം ഒരു പുതിയ ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. കുരുവിളയുടെ മുന്നിൽ എന്റെ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത ദിവസം മുതൽ ഇന്ന് ഇവിടെ ഗ്രൗണ്ട് ടെസ്റ്റ് കഴിയുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. ഇനി മുന്നിലുള്ളത് റോഡ് ടെസ്റ്റ് മാത്രമാണ്. സമയക്കുറവുകൊണ്ടാണത്രേ എന്റെ റോഡ് ടെസ്റ്റ് മറ്റന്നാളത്തേക്ക് മാറ്റിവെച്ചു. സിനിമയാണ് എന്റെ ജീവൻ എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവൻ സിനിമയല്ല, എന്റെ കുടുംബമാണ്, എന്റെ ഭാര്യ. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു, എത്ര ചെയ്താലും മതി വരാത്ത 2 കാര്യങ്ങൾ മാത്രമാണ്: അഭിനയവും ഡ്രൈവിംഗ്. എന്റെ ഭാര്യയുടെ ഒരു ട്രീറ്റ്മെന്റിനായി വിദേശത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് ലൈസൻസ് എടുത്ത് ഷൂട്ടിംഗ് തീർത്തിട്ട് പോയാൽ മതി എന്ന് പ്രൊഡ്യൂസറുടെ വാശി. നാളെ എന്റെ ഭാര്യ വളരെ ക്രിട്ടിക്കലായ ഒരു ഓപ്പറേഷൻ ഫേസ് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് എനിക്ക് US പോയാൽ മതി. അല്ലെങ്കിൽ തന്നെ ഇത്രയും ഹ്യൂമിലിയേഷൻ സഫർ ചെയ്തിട്ട് ഇനിയൊരു റോഡ് ടെസ്റ്റ് അത് വേണം. ഒരാളുടെ ചെറിയൊരു അധികാരം ഉപയോഗിച്ച് വേറൊരാളുടെ ജീവിതത്തിൽ അത് ആര് തന്നെ ആയാലും എങ്ങനെയൊക്കെ ഇടപെടാം എന്നതിന്റെ ഉത്തമ തെളിവാണ്. എന്തായാലും
ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. ഡ്രൈവിംഗ് എന്ന എന്റെ ഇഷ്ടം ഞാനങ്ങ് വേണ്ടെന്ന് വെക്കാം. സ്വാഭാവികമായും ഷൂട്ടിംഗ് മുടങ്ങും. ഇതിനോടകം കോടികൾ മുടക്കി കഴിഞ്ഞൊരു സിനിമയാണ്. മുടക്കിയ പൈസയും അതിന്റെ നഷ്ടപരിഹാരവും പ്രൊഡ്യൂസർക്ക് ഞാൻ തിരിച്ചോളൂ. ഇനി ഇതിനെ തുടർന്ന് സിനിമാ ഫീൽഡിൽ ഒരു കോൺട്രവേഴ്സിയോ കേസോ ഉണ്ടാവുകയാണെങ്കിൽ എന്റെ പ്രധാന ഇഷ്ടമായ അഭിനയവും ഞാനങ്ങ് വേണ്ടെന്ന് വെക്കും. That's all. ഇതിനെല്ലാത്തിനും കാരണം ഇതിനെന്താ പ്രശ്നം മൊത്തം ഉണ്ടാക്കിയിട്ട് താൻ എന്ത് നോക്കിയിരിക്കുക? താടി കടവണ്ടിക്ക് സ്ഥലം വിട്ടോ? ഓടിക്കട്ടെ, കണ്ട വഴി ഓടിക്കട്ടെ.